ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന, അതും നമ്മൾ ഡെയിലി ഒക്കെ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ, അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് മാത്രമല്ല പലരും പറഞ്ഞു തരാത്ത ചില സൂത്രങ്ങളൊക്കെ ഞാൻ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. ഒത്തിരി ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ എന്നെ കണ്ടു നോക്കുക. ഉടൻ തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളാവട്ടെ അല്ലാതെ കടായികളാവട്ടെ, നമ്മൾ ചിലപ്പോൾ ഓർക്കാതെയൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് അത് കരിഞ്ഞ് കത്താറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കരിയും അല്ലെങ്കിൽ ആ കത്തിപ്പിടിച്ചതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കരിഞ്ഞ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണോ ആ കരിഞ്ഞ് പിടിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. അതിനുശേഷം ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഇതുപോലെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളകി വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കത് ആ വെള്ളം കളഞ്ഞെടുക്കാം. അപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് ആ കരിഞ്ഞ ഭാഗം കരിഞ്ഞു പിടിച്ചതൊക്കെ മാറിക്കിട്ടുന്നത് കാണാം. ഇത് ഏത് തരം പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. കുക്കറിലായാലും ഇത് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അപ്പോൾ കുക്കറിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അടുത്ത ടിപ്സുകളെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലുള്ള പൾസസ് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തിളച്ച് തൂക്കിപ്പോകുക എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ ലിഡ്, അതിൻ്റെ മൂടിയുടെ ആ ഉൾഭാഗത്തായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതേപോലെ പരിപ്പിലായാലും സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതും ആ വെള്ളം തിളച്ച് തൂകി പുറത്തേക്ക് പോകുന്നത് തടയാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, ഇതിൻ്റെയൊക്കെ കുക്കറിൻ്റെയൊക്കെ വാഷർ ഗ്യാസ്കറ്റൊക്കെ പെട്ടെന്ന് ലൂസായി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. അത് കുക്കർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷർ ലൂസായി പോകും. അപ്പോൾ ലൂസായിട്ടുള്ള വാഷർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ ആവിയൊക്കെ പുറത്തേക്ക് ചാടിപ്പോകും, വിസിലടിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇനി അതിൽ നിന്നൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്യാസ്കറ്റ് കുക്കർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രീസറിലൊന്ന് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്കത് കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും ചൂട് കൊണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഫ്രീസറിലിരുന്ന ആ ഒരു ടൈറ്റ്നെസ്സൊക്കെ മാറും കേട്ടോ. അതുകൊണ്ട് ഇതൊരു ശാശ്വത പരിഹാരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ഗ്യാസ്കറ്റ് വാങ്ങുന്നതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒരുപാട് പഴക്കമുള്ള ഗ്യാസ്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കളിക്കാതെ പുതിയത് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ നമുക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി അതല്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യണം, അപ്പോൾ ഫ്രീസറിൽ വെക്കാനൊന്നും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസിലടിക്കുന്നതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഗ്യാസ്കറ്റ് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുതിർത്തിയെടുക്കേണ്ട ഇതുപോലുള്ള പരിപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഏത് തരം പയറുവർഗ്ഗങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ കുതിർത്തി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ വെള്ളക്കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുതിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുണ്ടല്ലോ, 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ആവി പോകാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവി കളഞ്ഞെടുത്ത്
ആ വെള്ളത്തിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാം. ചൂട് വെള്ളത്തിൽ നിന്ന് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വലിയൊരു കുക്കറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. കടല മൊത്തം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളമാണ് കേട്ടോ, ചിൽഡ് വാട്ടർ. അത് ഞാനൊരു 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കട്ട ഐസാണ് കേട്ടോ. ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ എല്ലായ്പ്പോഴും ഉണ്ടാവുന്ന ഒന്ന് തന്നെയല്ലേ. അപ്പോൾ ഐസ് ക്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കടലയുടെ അല്ലെങ്കിൽ എന്താണോ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടല വേവിക്കാൻ എത്ര വിസിലാണോ വരുന്നത് അത്രയും തന്നെ വിസിലടിച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടല നല്ലതുപോലെ നമ്മൾ കുതിർത്തി വേവിച്ചെടുത്ത പോലെ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെള്ളം മാറ്റി വെച്ചില്ലേ, അത് കളയൊന്നും വേണ്ട കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കടല വിസിലടിച്ചെടുത്ത ആ ഒരു വെള്ളം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്ത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിളപ്പ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് വറവൽ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടലക്കറി, നല്ല തിക്കാൻ ക്രീമി ആയിട്ടുള്ള, അതും തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, തേങ്ങയോ പാലോ ഒന്നും ചേർക്കാത്ത നല്ല തിക്കാൻ ക്രീമി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാത്ത കടല കൊണ്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മുടെ കുക്കറിൻ്റെയൊക്കെ ഹാൻഡിൽ പെട്ടെന്ന് തന്നെ ഇളകി പോകാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ലൂസായി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ കയ്യിലുള്ളവർ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അത് ടൈറ്റായിട്ട് കൊടുക്കുകയാണ് പതിവ്. ഇനി അതല്ലാതെ നമുക്ക് അത് ഒരുപാട് നാളത്തേക്ക് ഹാൻഡിൽ ഇളകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ നമുക്കത് സ്ക്രൂവും അതിനുള്ളിലുള്ള റിങ്ങൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. പഴയ സ്ക്രബ്ബർ, സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്ന ഒരു സ്ക്രബ്ബർ എടുക്കുക. അതിൻ്റെ ആ ഒരു ത്രെഡ് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് ആ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ലൂസ് ആവാതെ ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങളുടെയൊക്കെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അഴിച്ചെടുക്കുന്ന ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, സ്ക്രൂവിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ആ സ്ക്രൂ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇളകി പോവുകയൊന്നുമില്ല. അപ്പോൾ ഈ 2 ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചില സമയത്തൊക്കെ നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ആ ഒരു വെയിറ്റ് ഇട്ടാൽ കൂടി ബസിൽ വരാതെ അതിൽ പ്രഷർ നിൽക്കാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ. അതെന്താണെന്ന് ചെക്ക് ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്സാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ കൂടി അതായത് ആ വെയിറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് പ്രഷർ പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു പ്രഷർ വരാതെ ഇരിക്കുമ്പോഴാണ് വിസിലടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ ചോറിൻ്റെ അംശങ്ങളോ ഫുഡിൻ്റെ അംശങ്ങളോ ഒക്കെ കയറിയിരുന്ന് ബ്ലോക്ക് ആവുന്ന സമയത്താണ് പ്രഷർ അതിൽ നിന്നും പുറത്തേക്ക് വരാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്കൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുന്ന മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഹോളിൽ കൂടി വെള്ളം സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഉപയോഗിക്കാം. അല്ല അതിൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഫുഡോ കയറിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കുക്കർ ഉപയോഗിക്കാനായിട്ട്. ചെറിയ തരം ബ്രഷോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൂല് കോർക്കുന്ന സൂചി ഉണ്ടല്ലോ, അതുപോലുള്ള തിന്നായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിൽ കൂടി ഒന്ന് കടത്തി അതിലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കാനായിട്ട്.
വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപാട് സൂക്ഷിച്ച് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ പ്രഷർ കുക്കർ നിത്യേന ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.